KR മീരയുടെ ഒരു നോവലാണ് ആദ്യത്തേത്. പ്രകാശൻ എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയെ കാണാതാവുകയും തുടർന്ന് അയാൾ നടത്തുന്ന അന്വേഷണങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു നിർണായക ഘട്ടത്തിൽ വസുന്ധര എന്ന പെൺകുട്ടി നാടകത്തിൽ അഭിനയിക്കുകയും ആ ഒരൊറ്റ കളി കൊണ്ട് തന്നെ നാടകാവതരണം നിർത്തുകയും ചെയ്യുന്ന ഒരു കഥയാണിത്. M. മുകുന്ദൻ്റെ ഈ കഥ എനിക്ക് കോളേജിൽ പഠിക്കാനുണ്ടായിരുന്നതാണ്. അടുത്തത് ഒരു നോവലാണ്. കാസർഗോഡ് എൻമങ്കജ എന്ന ഗ്രാമം എൻഡോസൾഫാൻ വിഷത്തിന് ഇരയാവുന്നതാണ് ഇതിൻ്റെ സ്റ്റോറി. M. മുകുന്ദൻ്റെ തന്നെ വേറൊരു നോവലാണ് ഇത്. ഈ നോവൽ ഞാൻ ഇതുവരെ വായിക്കാൻ തുടങ്ങിയില്ല, അതുകൊണ്ട് എൻ്റെ സ്റ്റോറി എന്താണെന്ന് എനിക്ക് അറിയില്ല. സാറ ജോസഫിൻ്റെ ഈ ഒരു ചെറുകഥ പെൺമക്കൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് ചെറുകഥകൾ ഒന്നിച്ചാഡ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണിത്. ഈ ഒരു നോവൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. നാലുകെട്ടിൻ്റെ പരമ്പരാഗത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ മുൻനിർത്തി സഞ്ചരിക്കുന്ന കഥയാണിതിൽ. ഈ ബുക്കും ഞാൻ കോളേജിൽ പഠിച്ചതാണ്. ആദ്യത്തെ പട്ടാള നോവലാണ് A-B. ഒരു കൂട്ടം പട്ടാളക്കാരുടെ ജീവിത സാഹചര്യങ്ങളാണ് കേട്ടോ ഇതിൻ്റെ പ്രമേയം. അതുപോലെ തന്നെ ഒരു പ്ലോട്ട് ഇല്ലാത്ത നോവലാണിത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ബുക്കാണിത്. ഇടുക്കി ജില്ലയിലെ മലയോര വിഭാഗക്കാരുടെ കഥ പറയുന്ന തനിമ നിറഞ്ഞൊരു കഥയാണിത്. ഈ ബുക്കും എനിക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. കുറച്ച് എഴുത്തുകാരുടെ ചെറുകഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.